മഹാമാരിക്ക് ശേഷം വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. UK, കാനഡ എന്നിവയായിരുന്നു വിദ്യാർത്ഥികളുടെ ഇഷ്ടരാജ്യങ്ങൾ. UK-യിലും കാനഡയിലും പഠിക്കുകയും അവിടെ ശേഷം PR എടുത്ത് സെറ്റിലാകുക എന്നതാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം. പഠനത്തിനായി വിദേശത്തെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലികൾ കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. വലിയൊരു തുക ലോൺ എടുത്ത് സുരക്ഷിത ഭാവി സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കാണ് പലപ്പോഴും ജോലി ലഭിക്കാതെ വരുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവാറുണ്ട്. ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിദ്യാർത്ഥി പങ്കുവച്ച കുറിപ്പാണ് വൈറലായിരിക്കുന്നത്. ബ്രിട്ടനിൽ വിദ്യാഭ്യാസത്തിന് പോയ ഇന്ത്യക്കാരുടേതാണ് ഈ നിലവിളി. യുവതി ലിങ്ക്ഡിനിൽ ഇട്ട പോസ്റ്റ് ഇപ്പോൾ വൈറലാകുകയും ചെയ്തു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MSc ഉള്ള ശ്വേത കോദണ്ഡന്റേതാണ് ഈ പോസ്റ്റ്. ശ്വേത 2021 വിദ്യാഭ്യാസത്തിനായി UK-യിലേക്ക് എത്തിയത്. 2022 ലിസെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷം വിസ സ്പോൺസർ ചെയ്യാൻ UK ജോലി കണ്ടെത്താൻ താൻ അക്ഷീണം പ്രയത്നിച്ചെന്നും എന്നാൽ ഇതുവരെ ഒരെണ്ണം കണ്ടെത്തിയില്ലെന്നും ഈ വിദ്യാർത്ഥി പറയുന്നു. ഇപ്പോഴിതാ 3 മാസത്തിനുള്ളിൽ വിസയുടെ കാലാവധി തീരുന്നതിനാൽ 1 മാസം സൗജന്യമായി ജോലി ചെയ്യാമെന്ന് യുവതി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. തനിക്കോ തൻ്റെ ബിരുദത്തിനോ കഴിവുകൾക്കോ യാതൊരു വിലയുമില്ലെന്ന് തൊഴിൽ വിപണിക്ക് തോന്നുന്നു. താൻ ഇതുവരെ 300-ലധികം ജോലികൾക്ക് അപേക്ഷിച്ചു. UK-യിൽ ദീർഘകാല ഭാവി സുരക്ഷിതമാക്കാനുള്ള തൻ്റെ അവസാന അവസരമാണിതെന്നും ഈ ലിങ്ക്ഡിൻ പോസ്റ്റിൽ യുവതി പറയുന്നു. തനിക്ക് ജോലി നൽകുന്ന കമ്പനിക്ക് തൻ്റെ ജോലിയിൽ അതൃപ്തിയുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് അറിയിപ്പോ നഷ്ടപരിഹാരമോ നൽകാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നും കുറിപ്പിൽ പറയുന്നു. ഓവർ ടൈമും വീക്കിലി ഓഫും ഇല്ലാതെ ജോലി ചെയ്യാമെന്നാണ് യുവതി പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. 1 മാസം മുമ്പാണ് യുവതിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തത്. ഇത് ഇപ്പോൾ ലിങ്ക്ഡിനിലും റെഡിറ്റിലും വൈറലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇതിന് ലഭിക്കുന്നത്. ബ്രിട്ടനിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്ക് പ്രകാരം 2023 മാത്രം 2,50,000 ഇന്ത്യക്കാരാണ് UK-യിലെത്തിയത്. ഇതിൽ 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളുണ്ട്. മലയാളികൾ വിദ്യാഭ്യാസത്തിനായി ഏറ്റവും അധികം ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യവും ബ്രിട്ടനാണ്. UK-യിലേക്ക് കുടിയേറിയവരിൽ 85% യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ളവരാണ്. ചൈനീസ്, പാകിസ്ഥാൻ, സിംബാബ്വെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ അവശേഷിക്കുന്നത്. നൈജീരിയ, ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ആശ്രിതരെ കൊണ്ടുവന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UK-യിൽ പഠനം നടത്തി അവിടെ സെറ്റിലാകാൻ ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങൾ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായേക്കാം.